അതിലെന്തോ കുറച്ച് അമ്മ അടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഒന്ന് കുടിച്ചിട്ട് അടുത്തൊരു കുപ്പി കേട്ടപ്പോഴവൻ കൊടുക്കാത്തതിന്റെ ഇതാണവൻ കാണിച്ചെന്നാണ് പറയുന്നത്. നമ്മള് ആദ്യം ഒച്ചയാണ് കേട്ടത്, ആ അമ്മയുടെ ഒച്ചയാണ് കേട്ടത്. അപ്പൊ പിന്നെ നമ്മളങ്ങനെ പുറത്തിറങ്ങിയില്ല, കാരണം ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വഴക്കം ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കി. മതിലിന് മുകളിലൂടെ ഞാൻ മെല്ലെ ക്യാമറ ഉയർത്തി. പോലീസ് ആ പരിസരത്തൊന്നും ആരെയും അടുപ്പിക്കുന്നില്ല. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു ഇവിടെ ക്രൂര കൊലപാതകം നടന്നത്. തിരുവനന്തപുരത്ത് കല്ലിയൂർ ആണ് നാടിനെ നടുക്കിയ അരുംകൊല. ഈ ഭാഗത്ത് കൂടിയായിരുന്നു അടുക്കളയുടെ പിൻവശത്ത് മകൻ്റെ ആദ്യത്തെ വയറ്റിലെ കുത്തേറ്റ് അമ്മ ഓടി വന്നത്. വലിയ ഒരു വീടാണ്, ഏറ്റവും ആ നാട്ടിലെ ഏറ്റവും നല്ലൊരു ഫാമിലിയാണ്. എല്ലാവരും ഉയർന്ന ഉദ്യോഗസ്ഥ നിലകളിൽ നിന്ന് റിട്ടയർഡ് ആയവരും ഇപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നവരുമാണ്. ലഹരിക്ക് അടിമയായ മകൻ്റെ കൈകൊണ്ട് ഈ അമ്മയ്ക്ക് ഒരു ദാരുണാന്ത്യത്തിനായിരുന്നു വിധി ഉണ്ടായത്. ആ വീടിനടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. തിരുവനന്തപുരം കല്ലിയൂർ പകലൂർ ആണ് ഈ സ്ഥലം. സ്വന്തം അമ്മ, അതും 74 വയസ്സുണ്ട് അമ്മയ്ക്ക്. ഹിമ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഈ പ്രതിയായി പിടിക്കപ്പെട്ട അമ്മയുടെ മൂത്ത മകനായ അജയുടെ ഭാര്യയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശമാകെ ഒരു കാലത്ത് ഈ കുടുംബത്തിൻ്റെതായിരുന്നു. അവർ വിറ്റതും വാങ്ങിയതുമായ ആൾക്കാർ വച്ച് താമസിക്കുന്ന വീടുകളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇത് സംഭവം പോലീസ് വിവരിക്കുന്നത് ഇങ്ങനെ: ഇന്നലെ സന്ധ്യയോടെ ഈ മകൻ അജയ് മദ്യപാനം ആരംഭിച്ചു. 2-3 കുപ്പി മദ്യം അകത്താക്കി. ഇയാൾക്ക് മദ്യം ഇഷ്ടം പോലെ കിട്ടും. കോസ്റ്റൽ ഗാർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു അജയ്. നമ്മള് ആദ്യം ഒച്ചയാണ് കേട്ടത്, ആ അമ്മയുടെ ഒച്ചയാണ് കേട്ടത്. അപ്പൊ പിന്നെ നമ്മളങ്ങനെ പുറത്തിറങ്ങിയില്ല, കാരണം ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വഴക്കം ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ കൊല്ലല്ലടാ ഉത്തല്ലടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ കേട്ട് ഞങ്ങൾ അപ്പോഴും നമ്മൾ അങ്ങോട്ട് പോയില്ല, കാരണം പുള്ളി അവിടെ കിടന്ന് ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞ് പോലീസ് വന്നതിന് ശേഷമാണ് ഗേറ്റ് പോലും തുറന്ന് അകത്ത് കയറാൻ പറ്റിയത്. അപ്പോഴത്തേക്കും പുള്ളിയുടെ അമ്മയെ പുള്ളി കഴുത്തിലറുത്തും കയ്യിൽ വെയിനൊക്കെ കട്ട് ചെയ്ത് കാലിലെ വെയിനെ കട്ട് ചെയ്ത് കിടക്കുന്നൊരവസ്ഥയായിരുന്നു. ഇയാള് ഈ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നക്കാരനാണോ? അതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങള് ഇവിടെ വന്നിട്ട് 1 വർഷം ആയതേ ഉള്ളൂ താമസത്തിന്. നമ്മളോടൊന്നും പ്രശ്നമില്ല. നമ്മുടെ അടുത്തൊന്നും വരെ ഒരു കാണാറുണ്ട്. ഇടയ്ക്ക് 1-2 തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങളിങ്ങോട്ടുള്ള ഇതല്ല. അദ്ദേഹത്തിന്റെ വൈഫ് പുള്ളിക്കാരിയാണ് അഡ്വക്കേറ്റ് എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുള്ള അറിയാം. പുള്ളിക്കാരി ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഒരു മോള് യൂണിവേഴ്സിറ്റിയില് റാങ്കും എന്തൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അവർ സിറ്റിയിലാണ് നിൽക്കുന്നത്. അപ്പോ ഈ അമ്മ ഒറ്റയ്ക്കാണ് ഉള്ളത്. അമ്മയും ഈ മോനും ആണ് ഇവിടെ ഉള്ളത്. ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ് മരിച്ചുപോയി തോന്നുന്നു. ഈ IG ഓഫീസിലായിരുന്നു ഹസ്ബൻഡും ഇവരും. ജോലി ഉണ്ടെന്ന് പറയണു. ഇന്ന് തന്നെയാണ് ആ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നത്. ഈ ആന്റി നമ്മളോട് സംസാരിക്കാറുണ്ട്? ഇല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. 1-2 തവണയെ ഞാൻ അമ്മയെ കണ്ടിട്ടുള്ളൂ. അത് അപ്പുറത്തെ വീട്ടിൽ വെച്ച്. അങ്ങനെ പുള്ളിക്കാരി പുറത്ത് അങ്ങനെ ഇറങ്ങണ കണ്ടിട്ടില്ല. അകത്ത് ഈ പുള്ളിക്കാരൻ അതുവഴിയൊക്കെ നടക്കുന്നതും ഒക്കെ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് അങ്ങനത്തെ ഒരു. ഇയാൾ ആക്രമിച്ചതിന് ശേഷം ഈ മതിലിന്റെ അടുത്ത് വെച്ച് കണ്ടു എന്ന് പറഞ്ഞല്ലോ. അയാൾ അതുവഴി നടക്കുന്ന അങ്ങോട്ട് അവരുടെ കോമ്പൗണ്ടിൽ തന്നെ പുറകിലോട്ട് പോവും, ഫ്രണ്ടിലോട്ട് വരും. അങ്ങനെ നമുക്കറിയാം, നമ്മള് നേരത്തെ കണ്ടിട്ടുള്ള ആളായതുകൊണ്ട് നമുക്കറിയാമല്ലോ. അപ്പൊ ശരിക്കും നല്ലൊരു ഡ്രങ്കാർഡ് ആയിട്ട് തന്നെ ആയിരിക്കും. കാരണം പൊതുവെ ഇവിടെ സംസാരം പുള്ളിക്കാരൻ എപ്പോഴും വെള്ളമാണെന്നുള്ള ഇതാണ്. മദ്യം വരുത്തി വെക്കുന്ന നിലകൾ തന്നെയല്ലേ. ഇവന്റെ ഈ ബഹളം സഹിക്കാൻ വയ്യാതെയാണ് അവരിവിടെ നിന്ന് മോളുടെ പഠിത്തത്തിന് വേണ്ടി മാറി നിൽക്കുകയാണ്. ആ കുട്ടി യൂണിവേഴ്സിറ്റി റാങ്കാണ്. യൂണിവേഴ്സിറ്റി റാങ്കായ കുട്ടിയാണ്. ഇവൻ പഠിക്കാനൊന്നും താമസിക്കാത്ത കാരണമാണ് അവര് ആ കൊച്ചിനെയും കൊണ്ട് പഠിക്കേണ്ട ഇതിനു വേണ്ടി മാറി താമസിക്കുന്നത്. ശ്രീകാര്യത്താണ് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇടയ്ക്ക് വരും, അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, ആശുപത്രി കൊണ്ടുപോകും, എല്ലാ കാര്യങ്ങളും അവള് നോക്കുന്നുണ്ട്. പക്ഷെ ഇവൻ കാരണം അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ശാരീരിക BP, ഷുഗർ,
BP ഷുഗർ എല്ലാം ഉണ്ട്, അമ്മയ്ക്കുണ്ട്. എല്ലാം ഉണ്ട്. ഇപ്പൊ തന്നെ PRS-ൽ കിടന്ന് വന്നിട്ട് 1 മാസം ആയതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ വീട്ടിലോട്ട് വന്നിട്ട്. എന്തായിട്ട്? അവർക്ക് ഒരു പനി വന്നതായിരുന്നു. പനി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ BP-യും ഷുഗറും ഒക്കെ ഉള്ള കാരണം അഡ്മിറ്റായി. ഒരാഴ്ച കഴിഞ്ഞാണ് കൊണ്ടുവന്നത്. തീരെ അവശയായ അമ്മയാണ്. അമ്മയെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ അവൻ 10-12 കുപ്പി മദ്യം വീട്ടിൽ കൊണ്ടുവന്നതാണ് പറയണത്. കൊണ്ടുവന്നിട്ടാണ് അതിലെന്തോ കുറച്ച് അമ്മ അടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഒന്ന് കുടിച്ചിട്ട് അടുത്തൊരു കുപ്പി കേട്ടപ്പോഴവൻ കൊടുക്കാത്തതിന്റെ ഇതാണവൻ കാണിച്ചെന്നാണ് പറയുന്നത്. എന്തോ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന നാട്ടുകാർ. മയക്കുമരുന്നും മദ്യത്തിനും അടിമയാണ് അവൻ. ഈ നാട്ടിൽ ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. നാട് രക്ഷപ്പെടണമെങ്കിൽ ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ അതിന്റെ ആൾക്കാർ എന്തെങ്കിലും ചെയ്താലേ പറ്റും. ഇവിടുത്തെ വാർഡ് മെമ്പറിനെ പോലുള്ള ആൾക്കാർ ഈ വസ്തുതകൾ അറിയുന്ന ആളല്ലേ? വാർഡ് മെമ്പർ എല്ലാ കാര്യത്തിനും പിന്നെ മുന്നിലിറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കുറെ കാര്യങ്ങൾ ഈ ഇവിടെ നിന്ന് നമുക്ക് ഈ 11-ാം വാർഡിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റിയിട്ടുണ്ട്. CCTV അവിടെ വാർഡ് മെമ്പറിന്റെ ഇതിൽ സ്ഥാപിക്കുകയും പിന്നെ ഓരോരുത്തരെ ഇങ്ങനെയുള്ള മയക്കുമരുന്നിന്റെ ഗ്യാങ്ങുകൾ അവിടെ വന്ന് നിൽക്കുമ്പം അവരെയൊക്കെ കഞ്ചാവ് ഇങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ അങ്ങനെ ഈ CCTV വെച്ച കാരണം ആരും ഇപ്പം വലുതായിട്ട് ഇങ്ങോട്ട് അടുക്കാറില്ല. ശല്യമുണ്ട്. ഇവനും അങ്ങനെയാണ്. ഈ അമ്മ എത്രയും ക്രൂരമായിട്ട് കൊല്ലണമെങ്കിൽ അവൻ അത്രയ്ക്ക് ബോധമില്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ മദ്യം ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ലഹരി ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ചെയ്യില്ല. നല്ല മനുഷ്യൻ. കഴിക്കാത്തപ്പം ഇതേപോലെ സ്നേഹമുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. നല്ലൊരു മനുഷ്യനാണ്. വീട്ടിൽ അമ്മയ്ക്ക് എല്ലാ ജോലി ചെയ്തു കൊടുക്കും. അമ്മയെ പൊന്നുപോലെ നോക്കണം മോനാണ്. ഇങ്ങനെ ഇതിന് അടിമയാകുമ്പോ അവന്റെ സമനില തെറ്റുന്നു. എന്താണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. അല്ലെങ്കിൽ തന്നെ ആദ്യം കിട്ടിയ വിഷ്വൽസ് ഉണ്ട്, അവിടുത്തെ CCTV വിഷ്വൽസ്. ഇത് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചു എന്ന് പോലും തിരിച്ചറിയാനായിട്ടില്ല. അല്ലാത്തപ്പോഴൊക്കെ എല്ലാം നാട്ടുകാരെ കണ്ടാലും വലിയ സ്നേഹമാണ്. കഴിക്കുമെങ്കിൽ ആരെയും നമ്മളെയൊന്നും ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ ഉണ്ടെങ്കിലും. പക്ഷെ എന്തോ ഇത് അമ്മ കൊടുക്കാത്തതിന്റെ കാരണം അമ്മയുടെ അടുത്ത് പെട്ടെന്ന് തോന്നിയ ഒരു വൈരാഗ്യമാണ് ഇതിപ്പോ നടന്നത്. 4ാമത്തെ കുപ്പി പിടിച്ചു വാങ്ങി വെച്ചതുകൊണ്ട് 4ാമത്തെ എന്തോ ഒരു കുപ്പി അമ്മ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന്. കൊടുക്കാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ചെയ്തതെന്നാണ് പറയണത്. ഈ കൊല്ലപ്പെട്ട അമ്മ 74 വയസ്സുള്ള വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയായിരുന്നു, സൂപ്രണ്ടന്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അവിടെ തന്നെ സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്ത ആളുമായിട്ട് അവർ സ്നേഹത്തിലാവുകയും അങ്ങനെ വിവാഹിതരാവുകയും ചെയ്തു. ആ കുടുംബമാണ് ഇന്ന് ഈ നിലയിലായിരിക്കുന്നത്. അതിൽ 3 മക്കളാണ് ഉണ്ടായിരുന്നത്. മൂത്തയാളാണ് ഇപ്പോൾ പ്രതി. അദ്ദേഹത്തിന് കോസ്റ്റൽ ഗാർഡിലായിരുന്നു ജോലി. പിന്നെ ഒരു മകൻ. അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നവരാ. ബാംഗ്ലൂരിൽ നേവിയിലാണ്. മറ്റൊരാള് ആർമിയിലുമാണ്. ഇത്രയും നല്ല ഒരു ഫാമിലിയിലേക്ക് ഈ ദുരന്തത്തെ കൊണ്ടെത്തിച്ചത് നാട്ടുകാരെല്ലാം പറയുന്നത് പോലെ മദ്യത്തിന്റെയും അതുപോലെ മറ്റനേകം അയാൾ എന്തൊക്കെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നൊന്നും ചോദിച്ചാൽ നാട്ടുകാർക്കോ നമുക്കോ അറിയില്ല. പക്ഷെ അതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഇന്നലെ കണ്ട ആ വിഷ്വൽ ഫൂട്ടേജസ് CCTV-യുടെ ദൃശ്യങ്ങളിൽ നിന്നും നമുക്കത് വ്യക്തമാകും. കാരണം ഇതെല്ലാം ചെയ്തിട്ടും അയാളിൽ ഇങ്ങനെയൊന്ന് സംഭവിച്ചു എന്ന ഒരു ബോധ്യം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. സ്വന്തം അമ്മയെയാണ് കൊന്നത്. അത് കുത്തിയത് വയറിലായിരുന്നു. പിന്നെ പുറത്തേക്ക് ഓടി വന്ന അമ്മയെ കിണറ്റിന്റെ അടുത്തിട്ട് ഒരു കുപ്പിച്ചില്ലുകൊണ്ടാണ് കഴുത്ത് അറുത്തത്. കൈകാലുകളിലെ ഞരമ്പുകൾ അറുത്തത്. അത്ര ക്രൂരമായി ഒരമ്മയെ കൊല്ലാൻ തോന്നണമെങ്കിൽ സ്വന്തം ചോരയിൽ പിറന്ന ഒരു മകന് അതിന് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞുവെങ്കിൽ അത് ഈ ചാരായത്തിന്റെ ഉപയോഗം തന്നെയല്ലേ? ഗ്രാമാന്തരങ്ങളിലൂടെ കുടുംബങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന, തൂത്തെറിയുന്ന വളരെ വലിയ വിനാശത്തിന് കാരണമാകുന്ന ശാപമാണ് ചാരായം, അതുപോലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ. മറ്റെന്ത് വികസനം വന്നിട്ടും ഈ ലോകത്ത് ഈ നാട്ടിന് ഒരു പ്രയോജനവുമില്ല. ഇത്രയധികം മദ്യം ഇങ്ങനെ ഒഴുകുകയാണ് എങ്കിൽ. ഇന്നലെ രാത്രി ഇവിടെ വൻ ബഹളങ്ങൾ കേൾക്കുന്നു. എന്നെ കൊല്ലരുതേ എന്നുള്ള വലിയ വിലാപം കേൾക്കുന്നു. അങ്ങനെ പരിസരത്തുള്ള നാട്ടുകാർ ഇവിടേക്ക് ഓടിക്കൂടുന്നു. അതിൽ ചില യുവാക്കൾ മതില് ചാടിക്കിടന്ന് അകത്തേക്കെത്തി. അപ്പോൾ കാണുന്ന കാഴ്ച കുടിച്ച് പോസായി നിൽക്കുന്ന ഇയാളുടെ ശരീരമാസകലം, അജയുടെ ശരീരമാസകലം ചുവന്നിരിക്കുന്നു അമ്മയുടെ രക്തം. പിന്നെ തറയിലും കിണറ്റിൻ്റെ അടുത്തും അമ്മ താഴെ കിടന്ന് പിടയുകയാണ്. അവൻ്റെ കയ്യിൽ കുപ്പിച്ചില്ലുണ്ട്, അതിൽ നിറയെ ഇതുപോലെ. പിന്നെ കാണുന്ന കാഴ്ച, അവൻ ആരെയും അകത്തേക്ക് അടുപ്പിക്കുന്നില്ല. ചീത്ത വിളിക്കുന്നു, ആട്ടി ഓട്ടിക്കുന്നു.
ഇതിനിടയിൽ കുറേ കുപ്പി മദ്യങ്ങൾ, 2-3 കുപ്പി മദ്യം പൊട്ടിച്ച് അമ്മയുടെ ശരീരത്തിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ലൈറ്റർ എടുക്കുന്നു. ഇന്നൊരു പക്ഷേ നമ്മൾ കേൾക്കേണ്ടിയിരുന്നത്, ഇന്നലെ ആ നാട്ടുകാരുടെ ഇടപെടൽ ആ സമയത്ത് ഉണ്ടായില്ല എങ്കിൽ ഇവൻ കത്തിക്കുമായിരുന്നു അമ്മയെ. പറയാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സർക്കാരെ, ഭരണാധിപന്മാരെ, നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഖജനാവിലേക്ക് നിറയ്ക്കാൻ മദ്യം വിറ്റുള്ള പണം തന്നെ വേണോ? ജപ്പാനും ചൈനയുമൊക്കെ എങ്ങനെയാണ് അവരുടെ നാട്ടിലെ പൗരന്മാരെ ഡീല് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കൂ. സ്കൂൾ മുതൽ ഓരോ വ്യക്തിയെയും അവർ രാജ്യത്തിന്, കുടുംബത്തിന് ഗുണപ്പെടുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ പാകപ്പെടുത്തുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസവും പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ ഇനി എങ്ങനെ മദ്യം വിറ്റ് കൂടുതൽ കാശുണ്ടാക്കാം എന്ന് നിങ്ങൾ പദ്ധതികൾ ഒരുക്കുന്നു. ഇവിടെ ഈ കാഴ്ചകൾ കാണുന്നില്ലേ? എത്രയെത്ര വാർത്തകളാണ് വരുന്ന. വാർത്തകളൊക്കെയും ഈ ലഹരിയുടെ ഏറ്റവും മാരകമായിട്ടുള്ള വിപത്തുകളെയല്ലേ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, വാർത്തകളിലൂടെ കാണുന്നത്. കാലം മാപ്പ് തരാത്ത വലിയ പാപമാണ് ഈ സമൂഹത്തെ ഇങ്ങനെ നശിപ്പിക്കുന്നത് മദ്യം വിളമ്പി. ഇനി വരുന്നവരെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ധനത്തെ സ്വരൂപിക്കാൻ ഇതേ ഉള്ളോ മാർഗം എന്ന് വിലപിച്ച് കണ്ണീരൊഴുക്കി ചോദിക്കുന്ന അമ്മമാരുടെ വേദന നിങ്ങൾ അറിയൂ. മറ്റെന്തു പറയാനാണ് നമുക്ക്? ഇവിടെ ഇത് ഒരു ഉദാഹരണം മാത്രമല്ല കേട്ടോ. മറ്റൊരിടത്ത്, ഈ വീടിന് അപ്പുറത്ത് ഇതുപോലെ ലഹരിക്കടിമയായ മറ്റാരോ ഉണ്ടെന്ന് പറയുന്നു. ആര് കേൾക്കാൻ ഇതൊക്കെ? ആരോട് പറയാൻ?